കുട്ടനാട് എം.എൽ.എ. റെജി ചെറിയാനെതിരെ രൂക്ഷ വിമർശനവുമായി ജി സുധാകരൻ എം.എൽ.എ. തന്നെ അറിയിക്കാതെ റെജി ചെറിയാൻ തോട്ടപ്പള്ളി പൊഴിയും സ്പിൽവേയും സന്ദർശിച്ചു. സമ്പത്തിന്റെ അഹങ്കാരമാണ് റെജി ചെറിയാന്. താൻ നിയമസഭാ പ്രിവിലേജ് കമ്മിറ്റിയിൽ പരാതി നൽകിയാൽ ശിക്ഷിക്കപ്പെടും. ഒരു എം.എൽ.എയുടെ മുകളിൽ മറ്റൊരു എം.എൽ.എ. അധികാരം സ്ഥാപിക്കുകയാണ്. തകർന്നു കിടക്കുന്ന തോട്ടപ്പള്ളി സ്പിൽവേയുടെ ഷട്ടർ നന്നാക്കാൻ പറയാൻ എം.എൽ.എക്ക് ധൈര്യമുണ്ടോ എന്നും സുധാകരൻ ചോദിച്ചു. പ്രിവിലേജ് കമ്മിറ്റിയുണ്ട്, അവിടെ കൊടുത്താൽ ശിക്ഷിക്കപ്പെടും. പക്ഷെ ഇതൊക്കെ അഹങ്കാരമാണ്. അഹങ്കാരം സാധാരണ എം.എൽ.എ. ആണെങ്കിൽ ചെയ്യത്തില്ല. സമ്പത്ത് അതൊന്നും അമ്പലപ്പുഴക്കാരോട് വേണ്ട. അവിടെ പറയാം, അവിടെ കഷ്ടപ്പെടും നോക്കാം. ഇതൊന്നും അല്ല. ഒരു എം.എൽ.എയുടെ മേൽ വേറൊരു എം.എൽ.എ. അധികാരം സ്ഥാപിക്കുന്ന ഇവിടെ വേണ്ടില്ല. അതും ആദ്യമായിട്ട് വരുന്ന 20 വർഷം എം.എൽ.എ. ആയി പരിചയമുള്ള ഒരാളോടാണ്. ഇതൊക്കെ ഇവിടെ നടക്കുകയാണ്. അത് കരിമണൽ ഇതിന് വല്ല ബന്ധമുണ്ടോ അവിടെ കുറയ്ക്കാൻ പറയണം ഞാൻ സംശയിച്ചു. അപ്പൊ ഇറിഗേഷൻ ഓഫീസിലെ ബന്ധപ്പെട്ട എഞ്ചിനീയറെല്ലാം കാണുന്നത് അതായത് അഴിമതിയാണ് മണൽ കച്ചവടത്തിന് വേണ്ടി സമ്പ്രദായം. അതിന് SC കൂട്ടൊക്കെയാണ്. എം.എൽ.എക്കാണെന്ന് അറിയില്ല. വിവരങ്ങളുമായി ഫൈസൽ അസീസ് ചേരുന്നുണ്ട്. ഫൈസൽ, റെജി ചെറിയാനെതിരെ രൂക്ഷ വിമർശനമാണ് ജി സുധാകരന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. എന്തൊക്കെയാണ് സുധാകരൻ പറയുന്നത്? കഴിഞ്ഞ ദിവസമാണ് കോട്ടപ്പള്ളി സ്പിൽവേയും പൊഴിയും റെജി ചെറിയാൻ സന്ദർശിക്കാൻ പോയത്. അമ്പലപ്പുഴ മണ്ഡലത്തിൽ പെടുന്നതാണ് ഈ തോട്ടപ്പള്ളി സ്പിൽവേയും പൊഴിയും ഒക്കെ. ആണ് ഈ റെജി ചെറിയാൻ സന്ദർശിക്കാൻ പോയത്. ഇതിനെയാണ് ജി സുധാകരൻ വലിയ രീതിയിൽ തന്നെ രൂക്ഷമായി വിമർശനം ഉന്നയിക്കുന്നത്. സമ്പത്തിന്റെ അഹങ്കാരമാണ് റെജി ചെറിയാന് എന്നാണ് ജി സുധാകരൻ പറയുന്നത്. തന്നെ അറിയിക്കാതെയാണ് റെജി ചെറിയാൻ തോട്ടപ്പള്ളി പൊഴിയും സ്പിൽവേയും സന്ദർശിച്ചത്. റെജി ചെറിയാനെതിരെ താൻ പ്രിവിലേജ് കമ്മിറ്റിയിൽ പരാതി നൽകിയാൽ ശിക്ഷിക്കപ്പെടുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഒരു എം.എൽ.എയുടെ മുകളിൽ മറ്റൊരു എം.എൽ.എ. അധികാരം സ്ഥാപിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് എന്നുമാണ് ജി സുധാകരൻ വിമർശിക്കുന്നത്. ആദ്യമായി എം.എൽ.എ. ആയ ആളാണ് അദ്ദേഹം. വലിയ സ്ഥാപനത്തിന്റെ ഉടമയാണ്. താൻ അവിടെ വെള്ളമടിക്കാൻ പോകാത്തത് കൊണ്ട് തന്നോട് സ്നേഹം കാണില്ല എന്നൊക്കെ രീതിയിലുള്ള വിമർശനമാണ് ജി സുധാകരൻ ഉന്നയിക്കുന്നത്. ശരി, റെജി ചെറിയാനെതിരെ രൂക്ഷ വിമർശനമാണ് ജി സുധാകരന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്.